എക്സ്പോസിംഗ് എ ഗ്ലോബൽ റേപ്പ് അക്കാഡമി. എന്തൊരു ലോകോടാ ഇത്! എങ്ങനാണ് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതെന്ന് ആണുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു അക്കാഡമി. സ്വന്തം ഭാര്യ ആയിക്കോട്ടെ, പങ്കാളികളെ ആയിക്കോട്ടെ, ഇവരെല്ലാം ബോധരഹിതരാക്കി ഡ്രഗ്സ് കൊടുത്ത് ബാക്കിയുള്ളവർക്ക് കാഴ്ചവെച്ച് അവരെ എങ്ങനെ ഉപദ്രവിക്കാം എന്ന് പഠിപ്പിക്കുന്ന ആണുങ്ങളുടെ ഒരു അക്കാഡമി. ഇത് ഞാൻ പറയുന്നത് സിനിമയല്ല, റിയാലിറ്റിയിൽ 2026 CNN റിപ്പോർട്ട് പ്രകാരം അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴത്തേക്ക് കണ്ടെത്തിയ ഒരു കാര്യമാണ് എക്സ്പോസിംഗ് എ ഗ്ലോബൽ റേപ്പ് അക്കാഡമി. സ്വന്തം ഭാര്യയെ സ്ലീപ്പിംഗ് പിൽസും അല്ലെങ്കിൽ വേറെന്തെങ്കിലും മയക്കുമരുന്ന് കൊടുത്ത് അവർക്ക് ബോധമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവരെ എത്തിച്ചതിന് ശേഷം ക്യാമറയിലൂടെ അവരെ റേപ്പ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് സ്വന്തമായി മോറൽ ഫ്രീ എന്ന് അഡ്രസ്സ് ചെയ്യുന്ന ഇവര് തന്നെ motherless.com എന്ന് പറയുന്ന ഒരു സൈറ്റിലൂടെ ഈ പറയുന്ന വീഡിയോസ് വിപണിയിലെത്തിക്കുകയാണ്. ഇതിലെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു വെർഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ motherless.com എന്ന് പറയുന്ന ഈ സൈറ്റിൽ വിവിധ മരുന്നുകൾ കൊടുത്ത് ചലനമറ്റ് കിടക്കുന്ന ഈ ഒരു സ്ത്രീകളെ എത്രത്തോളം ഡോസ് ഇനി കൊടുക്കണം, എങ്ങനെയൊക്കെ പീഡിപ്പിക്കണമെന്നുള്ള ആഘോഷപരമായിട്ടുള്ള ചാറ്റുകളാണ് അതിനകത്തുള്ള പുരുഷന്മാർ നടത്തുന്ന ചർച്ച. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് എന്റെയും നിങ്ങളുടെയും ഏറ്റവും കൂടുതൽ നെഞ്ചു പൊടിക്കാൻ പോകുന്ന ഒരു സംഭവം. ഓരോ മാസവും ഈ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത് 8 കോടിയിലധികം ആണുങ്ങളാണ്. അതിനകത്ത് എന്റെ കുടുംബത്തോ നിങ്ങളുടെ കുടുംബത്തോ ഉള്ള ആണുങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും നമുക്കാർക്കും അറിയില്ല. കാരണം എല്ലാവരും പുറമെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് പകൽമാന്യരാണ്. നമുക്കറിയില്ല ഈ ലോകത്ത് ഇപ്പൊ എന്താ നടക്കുന്നത്. ഇനി ഈ motherless.com എന്ന് പറയുന്ന ഈ സൈറ്റിലൂടെ കിട്ടുന്ന ലിങ്കിലൂടെ അവരെത്തുന്നത് ZZZ എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ഗ്രൂപ്പിലാണ്. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇതുപോലെ മണവും രുചിയും ഒന്നും സ്ത്രീകൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഈ ഒരു സ്ലിപ്പിംഗ് പിങ്സ് വാങ്ങാനായിട്ട് പറ്റും. ഇത് കൂടാതെ അവിടെ തന്നെയാണ് ഈ പറയുന്ന ആൾക്കാർ സ്വന്തം ഭാര്യമാരുടെ നിശ്ചലമായിട്ട് കിടക്കുന്ന അവരുടെ ആ ഒരു വീഡിയോസും ബാക്കിയുള്ള കാര്യങ്ങളും ലൈവിൽ അവരെ റേപ്പ് ചെയ്യുന്നത് ഷെയർ ചെയ്യുന്ന സ്ഥലം. ഈ ഒരു സ്ഥലത്ത് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ക്രിപ്റ്റോ മാർഗത്തിലൂടെ അവർക്ക് $20 വെച്ച് പെർ ലൈവിന് അവർക്ക് കിട്ടും. ഇതിന്റെ പരിഹാരം എന്താണെന്ന് നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അതിന് കൃത്യമായിട്ടൊരു ഉത്തരവില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, കുഞ്ഞുനാൾ മുതൽ നമ്മളെല്ലാവരും കേട്ടുവരുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലെ പെൺമക്കളടുത്ത് നമ്മൾ പറയുന്നതാണ്, അന്യ പുരുഷന്മാരുമായിട്ട് നിങ്ങൾ വലുതായിട്ട് സൗഹൃദങ്ങളും വലിയ സഹകരണങ്ങളും നിങ്ങൾ പാടില്ല. പക്ഷേ നമ്മളെല്ലാവരും 4 ആളും ഒരുമിച്ച് നിന്ന് കൈപിടിച്ചു കൊടുത്ത സ്വന്തം ഭർത്താവിൽ നിന്ന് തന്നെ അവസാനം ഇങ്ങനെ വരുമ്പോൾ അതിനെന്താണ് നമുക്ക് ഉത്തരം കൊടുക്കാനുള്ളത്? അപ്പൊ ഇവിടെ പ്രശ്നം പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല. ആൺകുട്ടികളുടെ ഓരോ രക്ഷിതാക്കളും നിങ്ങളുടെ ഓരോ മക്കളെടുത്തും എത്ര വലിയവരോ ചെറിയവരോ ആയിക്കോട്ടെ, അവരെ നിങ്ങൾ കുഞ്ഞുനാൾ മുതലേ നിങ്ങൾ നിരീക്ഷിക്കണം. അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ വീക്ക്നെസ് എന്താണ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത്, പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പല ജോലികളും കാണും. ഈ വീഡിയോ അടക്കം നിങ്ങളെ മക്കൾക്ക് എത്ര പ്രായമുള്ളവരായിക്കോട്ടെ, ഒരു സാമാന്യ ബുദ്ധിയുള്ള മക്കളാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആ 8 കോടി ജനങ്ങളിൽ ഒരിക്കലും മോനെ നീ വരാനായിട്ട് പാടില്ല. നിന്റെ മനസ്സ് അത്ര നികൃഷ്ടമാവാനായിട്ട് പാടില്ല. ലോകത്ത് ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, നീ അതിനകത്ത് ഒരാളാവാൻ പാടില്ല എന്ന് സ്വന്തം ബാപ്പായി ഉമ്മായി എന്ന് സ്വന്തം ആൺമക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. അന്നേ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം അവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റൂ. അല്ലാതെ പെൺകുട്ടികളുടെ അടുത്ത് മാത്രം ഇതെല്ലാം ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.